ജനതയുടെ ഐസി മൂൺ പ്ലാന്റ് ആഘോഷമായി തുറന്നു. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. പാലുൽപ്പന്ന ഉൽപാദന വിതരണ രംഗത്ത് ഉത്തര മലബാറിൽ വിജയക്കൊടി പാറിച്ച് മുന്നേറുന്ന വെള്ളൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭം ഐസി മൂൺ ഐസ്ക്രീം പ്ലാന്റിന്റെ ഉദ്ഘാടനം കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ആഘോഷമായി തുറന്നു. ജനത ഐസ്ക്രീം പ്ലാന്റ് വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. വളരെ പ്രത്യേകതകളുള്ള ഒരു ഒത്തുചേരലാണ് നമ്മളെല്ലാവരും. ഒരു നാടിൻ്റെ അഭിമാനമായി ഉയർത്തിക്കാട്ടുവാൻ കഴിയുന്നൊരു സ്ഥാപനമാണ് ജനത വെള്ളൂർ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജനങ്ങളുടെ ബദൽ. വെള്ളൂരിലെ ക്ഷീരകർഷകരുടെ പാല് സംഭരിക്കുവാൻ മാർഗമില്ലാതിരുന്ന കാലത്തൊരു ബദൽ എന്നുള്ള നിലയിലാണ് ഈ സ്ഥാപനം ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളതും ഏറെ സന്തോഷകരമായ കാര്യമാണ്. ക്ഷീരസംഭരണം മാത്രമല്ല, സംസ്കരണവും വിപണനവും ഈ ബദൽ സംരംഭത്തെ ഏറെ ശക്തിപ്പെടുത്തി. അതാണ് ജനതയുടെ പ്രത്യേകത എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പയ്യന്നൂരിലെ വെള്ളൂരിലെ പുരോഗമന പ്രസ്ഥാനം ഈ നാടിനെ കൂടെ നിർത്തി വളർത്തിയെടുത്ത സ്ഥാപനമാണ് ജനത എന്നുള്ളത് നമുക്കറിയാം. 50 ലിറ്റർ പാലിൽ നിന്നും 50,000 ലിറ്റർ പാല് കൈകാര്യം ചെയ്യുന്ന കാർഷിക സംരംഭമായി ജനത വികസിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഏറെ ആഹ്ലാദകരമായ കാര്യമാണ്. 80 ജീവനക്കാർ, 2000 ക്ഷീരകർഷകർ, 5500-ലധികം പാൽ വിൽപ്പന ഏജന്റുമാർ, ഇങ്ങനെ ഈ വലിയ ശൃംഖലയുടെ ഭാഗമായി നിരവധി പേർ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ നേട്ടം. ഐസ്ക്രീം തീർച്ചയായിട്ടും കഴിക്കുന്നത് നമുക്കൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. മധുരം എന്നുള്ളത് മാത്രമല്ല, തണുപ്പും മധുരവും ഒക്കെ കൂടി ചേർന്ന് സന്തോഷത്തിൽ പങ്കുവെക്കുന്നതാണ്. ആ നിലയിൽ ജനതയ്ക്ക് ഇതൊരു നല്ല ബ്രാൻഡാക്കി മാറ്റി തീർക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്വന്തം നിലയിൽ കൂടി പാലുൽപാദനത്തിന് ഹൈടെക് ഫാം എന്ന ലക്ഷ്യവും കൈവരിക്കുവാൻ ജനതയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എല്ലാ നിലയിലുള്ള പിന്തുണയും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ നിങ്ങളുടെ ഈ സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളത് ഏറെ ആഹ്ലാദകരമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൊസൈറ്റി പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും MLA TI മധുസൂദനൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത മുഖ്യാതിഥിയായി പങ്കെടുത്തു. വെള്ളൂർ ചെങ്കുടി നവമാധ്യമ കൂട്ടായ്മ വയനാട് പ്രകൃതി ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വേദിയിൽ വെച്ച് മന്ത്രിക്ക് ചെക്ക് കൈമാറി. ചടങ്ങിൽ ഗ്രൂപ്പ് അഡ്മിന്മാരായ TV രതീഷ്, അഷ്കർ, നജീർ, ലതീഷ് എന്നിവർ സംബന്ധിച്ചു. മുൻ MLA C കൃഷ്ണൻ, വാർഡ് കൗൺസിലർ E ഭാസ്കരൻ, V നാരായണൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, V കുഞ്ഞികൃഷ്ണൻ, KV സുധാകരൻ, A രൂപേഷ്, P ജയൻ, VKP ഇസ്മായിൽ, പനക്കീൽ ബാലകൃഷ്ണൻ, ഇക്ബാൽ പോപ്പുലർ, സുജേഷ് OT എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് ജനതാ സെക്രട്ടറി T ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു. പരിപാടിക്ക് എത്തിച്ചേർന്നവർക്കെല്ലാം കുളിർമയേകിക്കൊണ്ട് ജനതയുടെ ഐസി മൂൺ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. Stereo systems. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്.